എൻ്റെ പേര് മൃദുൽ. ഞാൻ വടകരയിൽ നിന്ന് വരുന്നു. ഞാൻ ബേസിക്കലി ബിടെക് പഠിക്കുമ്പോഴാണ് സൈബർ സെക്യൂരിറ്റിനെ പറ്റി കേട്ടതും അറിഞ്ഞതും. അതിനുശേഷം അതിലോട്ട് പെർസ്യൂ ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്ന് കുറച്ച് റിസർച്ച് ചെയ്തു, കുറച്ച് പലയിടത്തും കേട്ടു, അറിഞ്ഞു. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു, കോഴിക്കോട് തന്നെ. അതിനുശേഷം അവിടുന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചു. എന്നാലും കുറച്ചുകൂടെ പഠിക്കണം എന്നുള്ള കാര്യത്തിലാണ് കുറച്ച് കണക്ഷൻസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കണക്ഷൻസ് വഴിയാണ് ഈ ഹാക്കിഫൈനെ പറ്റി കേട്ടത്. അങ്ങനെയാണ് അവിടെ എത്തിയത്. എല്ലാവരെയും പരിചയമുള്ളതുകൊണ്ട് വലിയ ഇഷ്യൂ ഒന്നുമില്ലായിരുന്നു. പിന്നെ എല്ലാവരും നല്ല കമ്പനി ആയതുകൊണ്ടും മുന്നേ അറിയാവുന്നതുകൊണ്ടും എല്ലാം നല്ല സ്മൂത്തായിട്ട് പോയി. അവരുടെ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളാണ് ഡയറക്റ്റായിട്ട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റുഡൻറ്റ് ടീച്ചർ എന്നുള്ള കൺസെപ്റ്റ് മാറി അത്യാവശ്യം ഒരു കുറച്ച് ഫ്രീഡമൊക്കെ തന്ന് നല്ല ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് പഠിപ്പിച്ചതുണ്ട് കാര്യങ്ങളൊക്കെ. അത് തന്നെ ഒരു വൈബാണ്. ഞാൻ എൻ്റെ പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ഒരു ജോബിലോട്ട് എത്തിക്കാൻ അവർ നല്ല സഹായിച്ചിട്ടുണ്ട്. അപ്പം എന്നെ കൊണ്ടാവുന്ന സ്ഥിതിക്ക് വേറെ ആളെ സഹായിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലേ, ലേൺ ചെയ്ത സാധനം കൊടുക്കുന്നതിന് വേറെ ഒന്നും ചോദിക്കണ്ടല്ലോ. എനിക്ക് അറിയാത്തത് അവിടെ നിന്ന് പഠിക്കുകയും ചെയ്യാം. അത് ഞാൻ പറഞ്ഞല്ല, അലി സാർ പറഞ്ഞത്. ക്ലാസ് ആയാലും ഔട്ട് ഓഫ് ക്ലാസ് ആയാലും അത്യാവശ്യം നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അലി സാറായാലും ആരായാലും അത്യാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അലി സാറ് ഒക്കെ ഇൻ്റർവ്യൂവിൽ എനിക്ക് അറിയാത്ത പോർഷൻസ് ഞാൻ രാവിലെ വിളിച്ച് ചോദിക്കും. രാവിലെ വിളിച്ച് അപ്പം തന്നെ ഫോൺ എടുത്തിട്ട് പറഞ്ഞു തരും. അങ്ങനെ ഒരു കണക്ഷൻസാണ്. കോൺസ്റ്റൻ്റ്ലി അപ്ഡേറ്റഡ് വരുമ്പോൾ എനിക്ക് ലേൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൂടുകയാണ്. സോ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എല്ലാവരും ഉണ്ട്. കാരണം അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും. നമ്മുടെ ശില്പ ചേച്ചി ആയാലും അലി സാറായാലും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓരോ ഇന്റർവ്യൂ നമ്മൾ ഫെയിൽ ആകുമ്പോൾ നമുക്ക് അടുത്ത ഇന്റർവ്യൂവിലേക്കുള്ള ഒരു പ്ലസ് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അത് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതും. അതന്നെ, എവർ ട്രൈ എവർ ഫെയിൽ. ഞാൻ പ്രിപ്പയർ ചെയ്യും, പക്ഷേ വേറെ ടൈപ്പിലേക്ക് ചോദ്യം വരുന്നുണ്ടാവുക. അതായത് ഞാൻ പ്രിപ്പയർ ചെയ്ത ഭാഗത്തുനിന്നേ ആയിരിക്കില്ല ചോദ്യം വരുന്നുണ്ടാവുക. പിന്നെ കുറച്ച് ലാംഗ്വേജസിന് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ക്ലിയറായി വരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞത്. സ്റ്റേജ് കഴിഞ്ഞ് ഈ കമ്പനിയിലെത്തിയപ്പോൾ എനിക്ക് ഡയറക്റ്റായിട്ട് ഫസ്റ്റ് ഇൻ്റർവ്യൂ വന്നു, അറ്റൻഡ് ചെയ്തു. അത്യാവശ്യം നല്ലോണം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. അവിടുന്ന് ഡെസ്പായിരിക്കുമ്പോഴാണ് വേറെ ഇൻ്റർവ്യൂ കോൾ വന്നത്, വേറൊരു കമ്പനി. അതിന് അപ്ലൈ ചെയ്തു. കോൺസ്റ്റൻ്റ്ലി വായിക്കായിരുന്നു. PDF ആയാലും എടുത്തൊരു വായിക്കായിരുന്നു. അപ്പം അതിൻ്റെ ബേസിലാണ് ഫസ്റ്റ് പ്രിപ്പയർ തുടങ്ങിയത്. അതിനുശേഷം ഈ സംശയം വരുന്നതൊക്കെ സാറിനോടൊക്കെ ചോദിച്ചു, മനസ്സിലാക്കി. കിട്ടിയിരിക്കുന്ന സോക്കിലേക്കാണ്. ബാംഗ്ലൂർ. സോ കാര്യങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പാക്കേജ് കാര്യങ്ങൾ, അതുപോലെ കമ്പനി കൾച്ചർ എല്ലാം അടിപൊളിയാണ്. ആസ് എ ഫ്രഷർ കിട്ടേണ്ടത് കിട്ടി, സ്റ്റാർട്ട് കിട്ടി. ഈ ഹാക്കിഫൈയിലും വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്ന കുറേ ആൾക്കാരെല്ലാവരും ഉണ്ട്. സോ ഇവരൊക്കെ ഇപ്പോൾ പല ടൈമും അവരൊക്കെ ചിലപ്പോൾ നിർത്തിയിട്ട് ഇതിന് എനിക്ക് നടക്കൂല എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ച് നടക്കുന്ന കുറേ ആ ഒരു മൊമെൻറ്റിലെത്തി നിൽക്കുകയായിരിക്കും. സോ അങ്ങനെയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇത് ട്രൈ ചെയ്യുന്ന ആൾക്കാരോട് എന്താണ് മൃദുലിന് പറയാനുള്ളത് ഫ്രം യുവർ ഓൺ എക്സ്പീരിയൻസ്? അല്ലാതെ ഒരു ബുക്കോ ഫോട്ടോ എടുക്കാറുണ്ട്, മൃദുലിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് പ്രകാരം എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്തായിക്കോട്ടെ, പഠിത്തം നിർത്തിയിട്ടുണ്ട് അവിടെ സ്റ്റോപ്പായി പോകും. അപ്പോൾ എവരിഡേ ലേൺ ചെയ്യാം, അതല്ലാണ്ട് വേറെ രക്ഷയില്ല. ലേൺ ചെയ്യും. അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടും.